ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സോഷ്യൽ സയൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. പിന്നെ അടുത്തതായിട്ട് ഏത് സബ്ജക്റ്റാണ് എടുക്കേണ്ടതെന്നുള്ള കാര്യം കോമൻറ്റ് ബോക്സിൽ മെസ്സേജ് ആയിട്ട് ഇടുക. സോ ഒത്തിരി വൈകിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നോക്കാം ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മീഡിയയെ പറ്റിയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. മീഡിയാസ് ആർ ഇമ്പോർട്ടൻറ്റ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫോർ ഷേപ്പിംഗ് സോഷ്യൽ റിലേഷൻ. ഞാൻ പറഞ്ഞുതരാം. മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്ററാക്റ്റ് ചെയ്യുക, അതായത് അല്ലെങ്കിൽ നമ്മൾ വാർത്താവിനിമയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സോഷ്യൽ ബോണ്ടിങ്ങിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ്, ഒരു ഫാക്ടറാണ് മീഡിയ എന്ന് പറയുന്നത്, മാധ്യമം എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വലും നമ്മുടെ സോഷ്യലും തമ്മിൽ, സോഷ്യൽ മീൻസ് സൊസൈറ്റി, നമ്മുടെ ഒരു ഇൻഡിവിജ്വലും സൊസൈറ്റിയും തമ്മിലുള്ള പല കാര്യങ്ങളാണ്, അതായത് അത് തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങിനെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാമായിട്ടും സോഷ്യൽ ലൈഫിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നു. മീഡിയ തന്നെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തേതാണ് പ്രിൻ്റ് മീഡിയ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിൽ പല പബ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. നിങ്ങളതൊക്കെ വായിച്ചിട്ടുണ്ടോ? ഇപ്പോൾ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ പേരങ്ങോട്ട് എഴുതുക. ആ കാര്യമൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ പ്രിൻ്റ് മീഡിയ എന്ന് പറയുന്നത്. The relevance of print media like newspapers, magazines and books is also significant in the digital age. ഇപ്പോഴത്തെ ആധുനിക ഏജിൽ, ഇപ്പോഴത്തെ ഡിജിറ്റൽ ഏജിൽ ഈ ബുക്സ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച്. കാര്യം ഇപ്പോൾ അതിൻ്റെ ഉപയോഗം കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് നമ്മൾ കാര്യത്തിലെടുക്കണം. പ്രിൻ്റ് മീഡിയ എന്ന് പറഞ്ഞാൽ തന്നെ അച്ചടിയാണ്. അച്ചടിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? അച്ചടിക്കുക, അത് പ്രിൻ്റഡ് ആണെന്ന് നമ്മൾ പറയില്ലേ? ഇപ്പോൾ ബുക്സൊക്കെ പ്രിൻ്റഡ് ബുക്സാണ് അല്ലേ? പ്രിൻ്റഡ് ബുക്സാണ്. അപ്പോൾ ഇതൊക്കെ ബുക്സൊക്കെ വായിക്കണം. മാഗസീൻസ്, ന്യൂസ് പേപ്പേഴ്സൊക്കെ നിങ്ങൾ വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വായിക്കുന്നതോടെ നിങ്ങൾക്ക് വായിക്കാനുള്ള ഒരു കഴിവ് കിട്ടും. നിങ്ങൾക്ക് അക്ഷരങ്ങളോട് കൂടുതൽ ഇതാവും, ലാംഗ്വേജ് സെറ്റാക്കുക, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അക്ഷരങ്ങൾ, എഴുത്ത്, ഹാൻഡ് റൈറ്റിംഗ് എല്ലാം സെറ്റാക്കാം. ദീസ് പ്രൊവൈഡ് കോംപ്രഹെൻസീവ് ന്യൂസ്, ഫീച്ചേഴ്സ് ആൻഡ് ലിറ്ററസി വർക്ക്സ്. ഇത് ന്യൂസുകൾ തരുന്നുണ്ട്, പല പ്രത്യേക സംഭവങ്ങൾ തരുന്നുണ്ട്. അതുപോലെ തന്നെ ലിറ്ററസി വർക്ക്സ്, അതായത് പലതരത്തിലുള്ള എഴുതലുകൾ, ലിറ്ററസി വർക്ക്സ്, സാഹിത്യ രചനകൾ നൽകുന്നുണ്ട്. ടു ദ കമ്മ്യൂണിറ്റി, a reliable and immersive reading experience is available through print media. പ്രിൻ്റ് മീഡിയയിലൂടെ ഒരു വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ശക്തമായ വായനയുടെ അനുഭവം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ദീസ് ക്യാൻ ബി സ്റ്റോർഡ് ഫോർ ഫ്യൂച്ചർ റീറീഡിങ്. ഭാവിയിൽ പിന്നെയും വായിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് വായിച്ചു ബാക്കി വായിക്കാൻ വേണ്ടി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൺലി പോസിബിൾ ഫ്രം പ്രിൻ്റ് മീഡിയ ടു റീഡേഴ്സ്. ഇതിനകത്തെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് മീഡിയയും റീഡേഴ്സും, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനിയാണ് ബ്രോഡ്കാസ്റ്റ് മീഡിയ. ടെലിവിഷൻ ആയിരിക്കും കേട്ടോ ഇതിൽ പറയാൻ പോകുന്നത്. ബ്രോഡ്കാസ്റ്റ് മീഡിയ, ഇവിടെ പിക്ചറുണ്ട്. സാറ്റലൈറ്റ്, അപ്ലോഡ്സ് ഡേറ്റ, ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ റിസീവർ, ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ. പിന്നെ ഡൗൺലോഡ്സ് ഡേറ്റ, DTH, റിസീവർ, വാച്ചിങ് TV. ഓക്കെ, Figure 7.4 shows broadcasting of programs by broadcast media. Broadcast media such as radio and television convey ideas to a large number of people simultaneously. In this case, communication is possible only in one direction. The possibility of interaction is also limited here due to the delay in recording feedbacks on broadcast programs. എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്രോഡ്കാസ്റ്റിംഗ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റ് മീഡിയ വഴിയുള്ളതാണ്. അതായത് റേഡിയോ, ടെലിവിഷൻ എന്നിവയൊക്കെ.
ഇതൊക്കെ ഒരു വലിയ തോതിൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ കാണുന്ന സംഭവമാണ്. ഈ ഒരു കേസിലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ട് പറ്റില്ല. ഒരു വൺ ഡയറക്ഷൻ, ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമേ പോസിബിൾ ആവൂ. അവർ പറയുന്നത് നമുക്ക് കേൾക്കാം, അല്ല നമ്മൾ പറയുന്നവർക്ക് കേൾക്കാനായിട്ട് പറ്റില്ല. ആ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പേഴ്സിനെക്കാട്ടി കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പക്ഷെ ഇൻട്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അത്രയും വരില്ല. അതുകൂടെ ഉള്ളത് നമ്മുടെ മൊബൈൽ ഫോൺസ് ആണ്. അതാണ് ഏറ്റവും നല്ലതായിട്ട് വരുന്നത് ഈ ഒരു കാര്യത്തിൽ. എല്ലാത്തിനും നല്ലതും ചീത്തയും ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മുടെ സോഷ്യൽ ഡിജിറ്റൽ മീഡിയാസൊക്കെ തന്നെയാണ് നല്ലത്. അതുപോലെ തന്നെ എന്തിനെങ്കിലും ഒരു ഫീഡ്ബാക്ക്, ടെലിവിഷൻ്റെ, റേഡിയോയുടെ ഫീഡ്ബാക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇമെയിൽസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അയക്കേണ്ടി വരുമായിരിക്കും. ന്യൂസ്, മ്യൂസിക്, ഡിസ്കഷൻസ്, പിന്നെന്താ, ന്യൂസ്, മ്യൂസിക്, ഡിസ്കഷൻസ്, ഡിബേറ്റ്സ്, സ്പോർട്സ് ആൻഡ് അതൊക്കെ നമ്മുടെ ഈ ഒരു ബ്രോഡ്കാസ്റ്റ് മീഡിയയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആർ ഇവോൾവിങ്. ബ്രോഡ്കാസ്റ്റ് മീഡിയ ഇൻഫ്ലുവൻസ് എ ലാർജ് സെഗ്മെൻറ്റ് ഓഫ് ദ പോപ്പുലേഷൻ ആൻഡ് ഷേപ്സ് പബ്ലിക് ഒപ്പീനിയൻ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയായിരിക്കും നമ്മുടെ ഒപ്പീനിയൻസ് റേഡിയോക്കാരെയും ടെലിവിഷൻകാരെയും ഒക്കെ അറിയിക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? ത്രൂ ലെറ്റേഴ്സിലൂടെ അറിയിക്കാം, ത്രൂ ഇമെയിൽസിലൂടെ അറിയിക്കാം. പിന്നെ അവർ തന്നെ ചിലപ്പോൾ പറയും ഒരു സംഭവമൊക്കെ തന്നിട്ട് നിങ്ങളുടെ കംപ്ലൈൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സെൻഡ് ആക്കാൻ പറ്റൂലേ? അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇനിയുള്ളതാണ് ഡിജിറ്റൽ മീഡിയ. ഏതാണ്? ഡിജിറ്റൽ മീഡിയ. ഡിജിറ്റൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് SCERTയുടെ കേരള. അതിൻ്റെ ആ ഒരു വെബ്സൈറ്റ്. പിന്നെന്താ, ഇതെന്താണ്, റെപ്പോസിറ്ററി ഓഫ് ഡിജിറ്റൽ റിസോഴ്സസ് ഫോർ എൻഹാൻസിങ് ലേണിംഗ്, സമഗ്രയുടേത്. അങ്ങനെ പല പല ആപ്സ് അല്ല, കുറേ വെബ്സൈറ്റ്സ് ഒക്കെ അവൈലബിൾ ആണെന്നുള്ള കാര്യം, കുറേ പോർട്ടലിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഹിയർ ആർ ദ ഇമേജസ് ഓഫ് ദ ഹോം പേജസ് ഓഫ് ദ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് Educational Research and Training SCERT and Samagra portal. Do you use the Samagra portal? What are its features? അതിൻ്റെ ഫീച്ചേഴ്സ് രണ്ടെണ്ണം എഴുതാൻ പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങളെ പഠനത്തിൽ അത് സഹായിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും രണ്ടെണ്ണം എഴുതാം. With the advent of the internet, many revolutionary changes took place. ഈ ഒരു ഇൻ്റർനെറ്റിൻ്റെ വളർച്ചയോട് കൂടിയിട്ട് പല മാറ്റങ്ങളും നമ്മുടെ സ്ഥലത്തിനായാലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് നിലവിൽ വന്നതോടുകൂടി വെബ്സൈറ്റ്സ്, ഓൺലൈൻ ന്യൂസ്, വ്ളോഗ്സ്, ഇതൊക്കെ ലൈവ് റിപ്പോർട്ട്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ സോഷ്യൽ ഇൻട്രാക്ഷൻ, മീഡിയയിലൂടെയുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻ കൂട്ടാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇറ്റ് ഹാസ് പ്രൊവൈഡഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഷെയർ ആൻഡ് ഡിസ്കസ് ദ കോണ്ടൻറ്റ് ഓഫ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ്റെ കോണ്ടൻറ്റിനെ ഡിസ്കസ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചർച്ച ചെയ്യാനും ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, അയക്കാനും ഒക്കെ നമുക്ക് പറ്റുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയുള്ള ഫാക്ടേഴ്സ് നിങ്ങളൊന്ന് നോക്കി വെക്കാം. ഇനിയുള്ളതാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പരിപാടി സോഷ്യൽ മീഡിയ. ഇവിടെ വർണ്ണക്കൂടാരം എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഇതിനകത്ത് ടീച്ചറാണെന്ന് തോന്നുന്നു, അവരുടെ അഡ്മിന് പറഞ്ഞിരിക്കുകയാണ്, there will be an online seminar on the topic media and social life at 7 PM today. ഇന്ന് 7 മണിക്ക് മീഡിയ ആൻഡ് സോഷ്യൽ ലൈഫ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയൊരു ഓൺലൈൻ സെമിനാർ നടത്തപ്പെടുന്നതായിരിക്കും. എവ്രി വൺ ഷുഡ് അറ്റൻഡ് ഓൺ ടൈം. കറക്റ്റ് സമയത്ത് തന്നെ എല്ലാവരും വരിക, അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി ഓക്കെ ടീച്ചർ, 3 മിനിറ്റ് കഴിഞ്ഞാണ് കണ്ടേ. അടുത്ത ആൾ 5 മിനിറ്റ് കഴിഞ്ഞു ഒരു ഇത് കൊടുത്തു. ഒരാൾ പറഞ്ഞു ഐ വിൽ നോട്ട് ബി ദർ ടീച്ചർ, ഞാൻ അവിടെ കാണില്ല ടീച്ചർ, ഞാൻ വരില്ല ടീച്ചർ എന്ന് ഒരാൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് അപ്പോൾ ടീച്ചർ എന്തായിരിക്കും, വാട്ട് ഹാപ്പൻഡ് അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാണ്. അപ്പോൾ പറയാം ഐ ഹാവ് സിക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൽനെസ്സിൻ്റെ കാര്യമൊക്കെ അങ്ങനെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഹാവ് യു നോട്ടീസ് ദ ക്ലാസ് ടീച്ചർ ഇൻഫോമിങ് ദ സ്റ്റുഡൻസ് അബൌട്ട് ദ ഓൺലൈൻ സെമിനാർ ത്രൂ social media and the student responding to it.
നിങ്ങളത് ശ്രദ്ധിച്ചോ എന്നുള്ള കാര്യം തന്നെ ചോദിച്ചത്. ഞാൻ മൊത്തം അത് വായിച്ച് കേൾപ്പിച്ചല്ലോ. വാട്ട് കൈൻഡ് ഓഫ് സപ്പോർട്ട് ടു സോഷ്യൽ മീഡിയ പ്രൊവൈഡ്സ് ഫോർ യു ലേണിംഗ് നീഡ്സ്? നമ്മുടെ പഠന ആവശ്യങ്ങൾക്ക് സോഷ്യൽ മീഡിയ എന്തൊക്കെ സഹായങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് തരുന്നത്? എങ്ങനത്തെ സപ്പോർട്ടാണ് തരുന്നത്? ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷെയറിങ് ലേണിംഗ് റിസോഴ്സസ് ഉണ്ട്. ChatGPT, ജെമിനി AI അതൊക്കെ പഠിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യാം. മെറ്റ AI ഒക്കെ പഠിത്തത്തിന് വേണ്ടി യൂസ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് പഠിത്തത്തിന് യൂസ് ചെയ്യാം. പിന്നെ യൂട്യൂബിൽ പല ക്ലാസ്സസ് ഇത് തന്നെ നിങ്ങൾക്കൊരു സോഴ്സ് അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് പലതരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് എവിടെ നിന്നൊക്കെ കിട്ടും അല്ലേ. സോഷ്യൽ മീഡിയ ഹാവ് ബിക്കം ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദ ലൈഫ്സ് ഓഫ് മോഡേൺ പീപ്പിൾ. മോഡേൺ പീപ്പിളിൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ആൻഡ് സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻസ് ആർ മോർ കോമൺ ഓൺ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ ഇപ്പം പേഴ്സണൽ മെസ്സേജസ് അയക്കാം, അല്ലാതെ പേഴ്സണൽ അല്ലാത്ത മെസ്സേജ് അയക്കാം. പിന്നെന്താ, നമുക്ക് നമ്മുടെ ഫീഡ്ബാക്ക്സ് പറയാം. നല്ല റിയാക്റ്റീവാണ്, ഇൻറ്ററാക്ഷൻ നല്ല രീതിക്ക് നടക്കും. സോഷ്യൽ മീഡിയ ആർ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് that allow consumers to create, share and interact with the content such as text, image and videos through various forms of communication such as direct messaging, feedbacks, general sharing, social relationship and social gathering are facilitated. Social media play an important role in shaping public opinion, promoting social interaction and influencing cultural and political movements. എന്താ പറഞ്ഞിരിക്കുന്നത്? ഫുൾ അർത്ഥം നമുക്കൊന്ന് പറയാം. ഇവിടം വരെ എന്തോ ഞാൻ പറഞ്ഞെന്ന് തോന്നേ. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആണ്. അതെന്തിനു സഹായിക്കുന്നു? ഇതിൻ്റെ ഉപഭോക്താക്കൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ, എന്തെങ്കിലും നിർമ്മിച്ചിടാം. ഇപ്പം ഞാൻ തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നില്ലേ, അതുപോലെ ക്രിയേറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം, പിന്നെ നമുക്ക് പ്രതികരിക്കാം, ഇൻറ്ററാക്ട് ചെയ്യാം. എങ്ങനെയൊക്കെ? ഇപ്പോൾ എഴുതി പ്രതികരിക്കാം, ടെക്സ്റ്റിലൂടെ, ഇമേജസിലൂടെ, അതുപോലെ സ്റ്റിക്കേഴ്സ് പറ്റും, ഗിഫ്റ്റ് പറ്റും, വീഡിയോസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കും. ഇപ്പം ഡയറക്റ്റ് മെസ്സേജ് അയക്കണേ അത് പറ്റും. ഇപ്പോൾ ഒരു സംഭവത്തിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ അത് പറ്റും. ജനറൽ ഷെയറിങ്, സാധാരണ ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ സോഷ്യൽ റിലേഷൻസ്, ഇതൊക്കെ നടക്കും. സോഷ്യൽ മീഡിയ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ നമ്മുടെ പബ്ലിക് ഒപ്പീനിയൻ, നമ്മുടെ പൊതുജന താല്പര്യത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്നുണ്ട്. അതുപോലെ സോഷ്യൽ ഇൻട്രാക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കൾച്ചറും പൊളിറ്റിക്കൽ മൂവ്മെൻറ്റും എല്ലാത്തിലും സോഷ്യൽ മീഡിയയ്ക്ക് ഒരു കൈയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാം കൂടെ ഒറ്റ ഒരു സംഭവമായിട്ട് വെച്ചിട്ട് 4 കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിച്ചത്. മെയിനാണ് 4. അപ്പോൾ ഇതുകൂടെ ഒന്ന് നോക്കാം. പ്രിൻ്റ് മീഡിയ ആൻഡ് ബ്രോഡ്കാസ്റ്റ് മീഡിയ ആർ ട്രഡീഷണൽ ഫോംസ് ഓഫ് മീഡിയ. 2 ട്രഡീഷണൽ മീഡിയാസ് അല്ലെങ്കിൽ ട്രഡീഷണൽ ഫോംസ് ഓഫ് മീഡിയാസ് ആണ് ഏതൊക്കെ? പ്രിൻ്റ് മീഡിയം, ബ്രോഡ്കാസ്റ്റ് മീഡിയം. കാരണം അത് രണ്ടും പഴയ കാലം തൊട്ടുള്ളതാണ്, നമുക്ക് നല്ല യൂസ്ഫുള്ളും ആയിരുന്നു. Interactions is limited through these since it is a one-way communication. One-way communication ആയതുകൊണ്ട് തന്നെ ഇൻട്രാക്ഷൻസ് ഒക്കെ കുറച്ച് ലിമിറ്റഡ് ആണ്. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് ഡിജിറ്റൽ മീഡിയ ആൻഡ് സോഷ്യൽ മീഡിയ കം അണ്ടർ ദ കാറ്റഗറി ഓഫ് ന്യൂ മീഡിയ. പുതിയ മാധ്യമങ്ങൾ എന്നുള്ള ആ ഒരു കാറ്റഗറിക്കകത്താണ് സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ മീഡിയയും ഒക്കെ വരുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ ഒരു 2-way ഇൻ്ററാക്ഷൻ നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നൊരു ഫെസിലിറ്റിയാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നല്ല രീതിക്ക് നോക്കുക. അത്രയേ ഉള്ളൂ. സോ ടാറ്റാ, ബൈ ബൈ. പുതിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻ്റെ പാർട്ട് 3യുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അവർ ലോയലായിട്ടുള്ള കമൻറ്റേഴ്സാണ്. അവർ സത്യം പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നിങ്ങളുടെ പേരൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് പേരൊക്കെ പേരിടുന്നുണ്ട്. ഭയങ്കര സന്തോഷം. അപ്പോൾ ഇനിയൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ലൈക്ക് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടുമായിട്ട് കാണുന്നത് വരെ ബൈ, സീ യു.